ഇത് എൻ്റെ അല്ല, ഞങ്ങളുടെ ജീവിതകഥ. ഞങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന ചില അധ്യായങ്ങൾ. 2009 ഒരു റിസഷൻ കാലം. കൂടുതൽ പണിയും കുറഞ്ഞ കൂലിയുമായി ടെക്കികൾ യാതന അനുഭവിച്ചിരുന്ന കാലം. മുതലാളികൾക്കും തൊഴിലാളികൾക്കും ഒരു ചിന്ത മാത്രം: പണം. ഇത് ടെക്നോ ജയിൽ. സാലറി കൂടുതൽ ചോദിക്കുന്ന ടെക്കികളെ ചൂഷണം ചെയ്യാനായി ഉപയോഗിച്ചിരുന്ന സ്ഥലം. ഇതാണ് റിക്രൂട്ട്മെന്റ് ഡ്രൈവ്. കഴിവുള്ളവരെ തിരഞ്ഞുപിടിക്കാൻ കമ്പനികൾ കണ്ടെത്തിയിരുന്ന മാർഗം. കമ്പനി കൺവെയൻസ്. തിരഞ്ഞെടുത്ത തൊഴിലാളികൾക്ക് ജോലി സ്ഥലത്തേക്ക് പോകുന്നതിനായി കമ്പനി നൽകിയിരുന്ന കൺവെയൻസ്. ഡ്രസ് കോഡ്. ഇതായിരുന്നു കമ്പനി ഞങ്ങളോട് ഇടാൻ പറഞ്ഞ വേഷം. എക്കണോമിക് സ്ലോ ഡൗൺ കാരണം പുതിയ പ്രോജക്ട്സ് ഒന്നും വന്നിരുന്നില്ല. കസ്റ്റമേഴ്സിനെ പിടിക്കാൻ കമ്പനികൾ എന്ത് മാർഗവും സ്വീകരിച്ചു. ഒടുവിൽ പ്രോജക്റ്റ് കിട്ടി. പ്രോജക്റ്റ് കിക്ക് ഓഫ്. ജോലിക്കിടയിൽ എന്നും ഓർമ്മിക്കാൻ എനിക്കും ഉണ്ടായി ഒരു പ്രണയം. 2 വ്യത്യസ്ത കമ്പനികളുടെ 2 മതിൽക്കെട്ടിനുള്ളിൽ ഞാനും അവളും വെറുതെ നോക്കി നിന്നു. ഞങ്ങളെപ്പോലുള്ള ടെക്കേഴ്സിന് പ്രണയം ഒരു പ്രതീക്ഷ മാത്രമാണ്. അപ്പോൾ ഇന്ന് ജോലി കഴിഞ്ഞ് നീ എപ്പോഴാ ഇറങ്ങുക? ഞാൻ ഇന്ന് നൈറ്റ് ഷിഫ്റ്റാ. ഏട്ടനോ? അപ്പോൾ ഇന്നും രാത്രിയിൽ. ഇതിനിടയിൽ ഞങ്ങൾക്ക് ആർമാദിക്കാൻ ടെക്കേ ബ്രേക്ക് വന്നെത്തി. ഞങ്ങളുടെ പ്രോജക്റ്റിന്റെ ഇംപ്ലിമെന്റേഷൻ ടൈം അടുത്തു. ഇത്തവണയും പ്രതീക്ഷ തെറ്റി. എനിക്ക് പകരം പോയതോ എൻ്റെ സുഹൃത്തുക്കൾ, ഇംപ്ലിമെന്റേഷനായി ഓൺസൈറ്റ്. ഓഫ്ഷോറിലും ഇതൊരു ഫയർ ഡ്രിൽ എക്സസൈസ് ആയിരുന്നു. അയ്യോ സ്റ്റോപ്പ് ഇറ്റ്. അടുത്ത റിലീസിന് ശരിയാക്കി തരാന്ന് പറഞ്ഞില്ലേ? കുറെ നാളായി നീ ഇത് തന്നെ പറയുന്നു. ഇനി ഇത് ശരിയാക്കി തന്നിട്ട് പോയാൽ മതി. അവിടെ കിടന്ന് അനുഭവിക്കുക. ബഗ്സിന്റെ എണ്ണം കൂടിയപ്പോൾ കമ്പനി മുതലാളി ഇങ്ങനെ പറഞ്ഞു: കസ്റ്റമർ ഈസ് ദ കിങ്, യു ഷുഡ് പ്ലീസ് ദ കസ്റ്റമർ സംഹൗ. ഒടുവിൽ പ്രോജക്ട് ലൈവായി. മുതലാളി ഹാപ്പിയായി. ഞങ്ങളുടെ അപ്രൈസലും വന്നെത്തി. നിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പോരാ എന്ന് ഈ മാനേജർ കാണുന്നു. നൈറ്റ് ഔട്ട് ഇരുന്നാലും ബഗ് മൊത്തം ഫിക്സ് ചെയ്താലും നീ നന്നാവില്ലെന്ന് മാനേജ്മെന്റ് കാണുന്നു. ഒരു സാലറി ഹൈക്ക് പ്രതീക്ഷയുമായി ഞങ്ങൾ HR മാനേജറിന്റെ അടുത്തെത്തി. കമ്പനിയുടെ ഈ വർഷത്തെ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. As well as the reason as possible, no salary hike. Maybe we are poor techies, engineers, but we are not beggars. നിങ്ങളെ ഇനി ഇവിടെ ആവശ്യമില്ല. സാലറിയും ജോലിയും നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഒടുവിൽ ഞങ്ങളുടെ സുഹൃത്തും നഷ്ടമായി. ഇനിയും IT പ്രോജക്ട്സ് വരും. IT മുതലാളിമാർ ഫ്രഷേഴ്സ് എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന പുതുനാമ്പുകൾ വരും. റിസഷനുകളും വരും. ഇതെല്ലാം ഒരു പ്രപഞ്ച സത്യം മാത്രം. നമുക്ക് വേണ്ടി കരയാനും നമ്മോടുകൂടി നിൽക്കാനും നമുക്ക് നമ്മുടെ ഫാമിലി മാത്രമേ ഉണ്ടാവൂ. പുതിയ ഒരു IT വസന്തത്തിന്റെ പ്രതീക്ഷകളുമായി ഞങ്ങൾ നിർത്തട്ടെ.